വായ കുടിക്കണോ മരമ കണ്ണനപ്പം എന്തായാലും കൊടുക്കല് കിലോ 300 രൂപ. അതെ ഇതെന്താ സമയം കുമ്പളല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെതാ കർഷകനെന്ന് വെറുതെ ചുമ്മാ പറഞ്ഞല്ല. നമുക്ക് ഇതിനോടൊക്കെ താല്പര്യം അല്ലേ? വൈഫ് ചെടിയും കാര്യങ്ങളൊക്കെ കൊണ്ടടക്കും. നമുക്ക് കഴിക്കാനുള്ള വശങ്ങൾ സലാം ഭായി. ഇന്നിപ്പോ കണ്ണനുണ്ടല്ലോ അവിടെ അല്ലേ? കണ്ണനും പിന്നെ എന്തൊക്കെയുണ്ട്? കണ്ണനോ വാള തായുണ്ട്. രണ്ട് കുയ്യല്. ഇത് ടെറസിന്റെ മേലുള്ള ഇവിടെ ഒരു കുയ്യ ഉണ്ടല്ലോ, വലിയ കണ്ണന് ഉണ്ടല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ പിടിക്കുന്നില്ല? പാറ്റിയതാ. അപ്പൊ ഇനിയിപ്പോ ആ കുട്ടികളെ നശിച്ചു പോണ്ടാച്ചിട്ട് പിടിക്കണ്ട തീരുമാനിച്ചു. ഇത് കുറെ കാലമായിട്ട് എന്റെ ശ്രദ്ധയിൽ വരലുണ്ട്. 10 വർഷമായി. ഒരു ഹോബി എന്ന നിലക്ക് തുടങ്ങി. അതെ അതെ അതെ, ഓരോ താല്പര്യങ്ങൾ. അതെ അതെ അതെ. അതല്ല, ഇത് ഇപ്പോ ആരാ വരുന്നത്? മീൻ പിടിച്ചു കൊടുക്കില്ല ഒരാൾക്കോ? എല്ലാരും വരും. ഞാൻ 10 വർഷമായിട്ടും ഞാൻ മീൻ പുറത്ത് കൊടുക്കുന്നില്ല. നമ്മളെ കഴിഞ്ഞ കൊല്ലം നമ്മളെ MLA കുർക്കോളി മീൻ സാഹിബും പഞ്ചായത്തിലെ നമ്മളെ ലത്തീഫ് ഭായി നമ്മളെ മെമ്പർ, അതേമാതിരി പഞ്ചായത്തിലെ പ്രസിഡന്റ് ഇവരൊക്കെ വന്ന് പിടിച്ചതാണ്. മീൻ സാഹിബ് വന്ന് പിടിച്ചതാണ്. അന്നൊക്കെ ഫ്രീ ആയി കൊടുത്തില്ല, എല്ലാവരും വന്നിട്ട് എല്ലാവരും കൊണ്ടുപോയിരുന്നു. ഒരു 1-2 കിലോ മീനുണ്ടോ. ഇന്ന് ഞാൻ കണ്ണൻ എപ്പോഴും എന്താ അറിയോ, കണ്ണൻ തീറ്റക്കല്ല പൈസ, കുറച്ചൊക്കെ കൊടുക്കാ പുറത്തേക്ക്. അത് മാത്രമല്ല, ഈ ഇങ്ങനെയുള്ള നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തുന്ന സംഭവങ്ങളെ വെറുതെ കൊടുക്കുമ്പോൾ കിട്ടുന്നതിന് അതിൻ്റെ ഒരു വാല്യൂ അറിയില്ല. ചുമ്മാ കിട്ടില്ലേന്ന്. പണം കൊടുത്ത് മേടിച്ചുമ്പോൾ അത് നശിപ്പിക്കാതെ എന്തായാലും ഉള്ളു കഴിച്ചോളും. അതെ, ഓരോരുത്തർ അന്ന് കൊണ്ടുപോയി 2-3 വലിയ വാളകളാണ്, 3 കിലോ 4 കിലോ. ഓ അങ്ങനെ അങ്ങനെ. പിന്നെ അത് മാത്രമല്ല, ഇത് വലിയൊരു ഭാരിച്ച ചിലവുള്ളോ. ഇവരെ തീറ്റ, അവരെ പരിപാലനം. ഇപ്പോൾ വീടിൻ്റെ മുകൾ ഭാഗമാണല്ലേ? ഇത് എത്ര ലിറ്റർ വെള്ളം ഉണ്ടോ ഏകദേശം? ഇത് കണ്ടമാണ്ടോ അല്ലേ? ഇതിപ്പോ പോർച്ചിന്റെ മേലല്ലേ? പോർച്ചിന്റെ മേലെ നേരെ അങ്ങനെ ചെയ്താണ്. ഇത് വാട്ടർ പ്രൂഫ്. എക്സ്ട്രാ വരുന്ന വെള്ളം എൻ്റെ മേലെ ഒഴിവാകും. അങ്ങനെ വെള്ളം അടിയിൽ നിന്ന് പറ്റിക്കാനുള്ള സൗകര്യം ഉണ്ടോ? ഏതാ പോയി ടാങ്കിന് അടിയിൽ? പിന്നെ താഴോട്ടാകുമ്പോൾ പ്രശ്നമില്ലല്ലേ? ടെറസിന്റെ മേലെ ആയതുകൊണ്ട് താഴോട്ട് പോയി വിട്ടാൽ മതിയല്ലോ. അപ്പോൾ അടിയിൽ നിന്ന് കംപ്ലീറ്റ് പോരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരാൾ വരുന്നുണ്ട്. അത് മാത്രമല്ല, മത്സ്യങ്ങളെ മാത്രമല്ല, ഒരു പോത്തുണ്ടല്ലേ? വെറ്റില കൃഷിയുണ്ട്. അതെ അതെ അതെ, പാരമ്പര്യമായിട്ട് തന്നെ കൃഷിക്കാരാണ്. പാരമ്പര്യമായിട്ട് കൃഷിക്കാരാണെങ്കിൽ കൂടെ അവരിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് മാതൃകയാക്കാൻ പറ്റുന്നൊരു സ്വഭാവക്കാരനാണ് സലാം. സർവ്വ മേഖലയിലുള്ള കേട്ടാണ്. അദ്ദേഹത്തിൻ്റെ ശരീര ഷേപ്പ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. എത്രയോ വർഷങ്ങളായിട്ട് ജിമ്മ് പ്രാക്ടീസ് ചെയ്യുന്നതാണല്ലേ? ഞാൻ ചെറിയ രീതിയിലൊക്കെ മൂപ്പരെ കൂടി. ഞങ്ങളൊക്കെ ഈ തനിനാടൻ ജിമ്മ് കഴിച്ച ആൾക്കാരാണ് അല്ലേ? കൃത്രിമ ഭക്ഷണങ്ങളൊന്നും ചെല്ലാതെ നാച്ചുറലായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് കളിച്ചതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ പലപ്പോഴും ജിമ്മിൽ വരുന്നത് എന്താ വെച്ചാൽ അനാവശ്യ ഫുഡൊക്കെ കയറ്റുന്നുണ്ടല്ലേ? പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരേ സമയം സ്പോർട്സ് മേഖലയിലും സജീവമാണ്, കൂടാതെ തന്നെ നല്ല ഒരു കർഷകനാണ്. പിന്നെ സ്വന്തമായിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഒരു താല്പര്യം പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതാണ്. ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും ചെയ്യുന്നത്, ഈ കണ്ണനൊക്കെ എന്ത് ചെയ്യാണ്, ഒരു നിശ്ചിത വില നിശ്ചയിച്ചിട്ട് കൊടുക്കുകയാണ്. ആവശ്യക്കാർ വരും, അവർക്ക് പിടിച്ചു കൊടുക്കും. ഇപ്പോൾ ഒരാൾ വരാൻ പോവാണ് അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് ശരിക്കും ഇത് കാണാൻ സാധിക്കും. പരമാവധി കാര്യങ്ങളൊക്കെ ഇവിടെ എന്തൊക്കെ രീതിയിലുള്ള മത്സ്യങ്ങളുണ്ട്, എന്ത് വലുപ്പമുണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശമൊക്കെ. അപ്പോൾ അങ്ങനെ ആകട്ടെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ സലാം ഭായി, ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ആയിരിക്കാനും താല്പര്യം തോന്നണം കണ്ണനെന്ന് കൊണ്ട് പൊരിച്ച് തിന്നണമെന്ന്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൊടുക്കാമല്ലേ? കണ്ണനുണ്ട്, വാളയുണ്ട്. കണ്ണനിപ്പോൾ എന്തായാലും കൊടുക്കല്? കിലോ 300 രൂപ. അതെ അതെ. അല്ല, ചന്തയിൽ പോയാൽ 1 കിലോ കണ്ണൻ കിട്ടണമെങ്കിൽ ചെറുത് കിട്ടണമെങ്കിൽ 400 രൂപ കൊടുക്കണം. 400-450 ഒക്കെ. അപ്പം നമുക്ക് 300 കൊടുക്കാമല്ലോ. വലിയ കണ്ണന്. അപ്പോൾ താല്പര്യക്കാരുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്പർ കൊടുക്കും. നമ്പറിൽ സലാമിന് ബന്ധപ്പെട്ടാൽ മതി. ഈ കണ്ണൻ കഴിയുന്ന കാലം വരെ നമുക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇനി നമുക്ക് കണ്ണനെ പിടിക്കുന്ന കാഴ്ചകളും മറ്റൊക്കെ കാണിച്ചു കൊടുക്കാം. ഓക്കെ. ഇതെന്താ സമയം കുമ്പളല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെതാ കർഷകനെന്ന് വെറുതെ ചുമ്മാ പറഞ്ഞല്ല. നമുക്ക് ഇതിനോടൊക്കെ താല്പര്യം അല്ലേ? വൈഫ് ചെടിയും കാര്യങ്ങളൊക്കെ കൊണ്ടടക്കും. നമുക്ക് കഴിക്കാനുള്ള വശങ്ങൾ
പടവലാണുള്ളത്. പടവല പീച്ചിക്കതാ അതാ എൻ്റെ പടമേ. ആ പീച്ചിക്ക, ആ പീച്ചിക്ക ഉണ്ട്. പീച്ചിക്ക, കുമ്പളം, പടവലം, ചിരങ്ങ. ആ ഒരാളിവിടെ ആയി വരുന്നുണ്ടല്ലോ. പിന്നെ ചാണകം ഉണ്ടായതുകൊണ്ട് വളമ റെഡിയാണല്ലേ? ആ കൃത്യം വളങ്ങളൊന്നുമില്ല, ഒക്കെ നാച്ചുറൽ. ഈ വിത്ത് എങ്ങനെയാണ്? ഹൈബ്രിഡ് വിത്ത് വാങ്ങിച്ചു തന്നെയാണ് അല്ലേ? അല്ല ചിലർ പറയും ആ വിത്ത് ഉണ്ടെങ്കിൽ അതിന് ഇംഗ്ലീഷ് വളം കൊടുക്കണമെന്ന്. അപ്പോൾ അത് വെറുതെ പറയുകയാണെന്നുള്ള എൻ്റെ പ്രൂഫാണത്. ഇതിപ്പോൾ കണ്ടവാൻ അറുത്ത് കഴിഞ്ഞില്ലേ? ആ ലാസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഈ കണ്ടത്. ഒക്കെ നമ്മളിങ്ങനെ കൊടുത്ത് ഒഴിവാക്കലാണ് അല്ലേ? ആ വിൽപ്പനയും പരിപാടിയൊന്നുമില്ല. ഉള്ളതിങ്ങനെ സുഹൃത്തുക്കൾക്ക് അയൽവാസികൾക്ക് കുറേ കൊടുക്കും. ഈ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് യൂട്യൂബിലൊക്കെ, മൂതിരവള ഇടുക, കായ്ക്കാത്ത മൂച്ചിക്ക് മാവിന് മൂതിരവള ഇട്ട് കൊടുത്താൽ കായ്ക്കൊന്ന്. അപ്പോൾ സലാം പറയുന്നത് സത്യമാണെന്ന്. അത് എന്ത് അടിസ്ഥാനത്തിലാണ് സത്യം എന്ന് പറയാൻ കാര്യം? മൂന്നാല് കൊല്ലായി, വർഷമായി, 3-4 വർഷമായി. ആ അപ്പൊ ഇത് കായ്ക്കുന്നില്ല. ഒരു വർഷം, കഴിഞ്ഞ വർഷമല്ല മുന്നത്തെ വർഷം പൂവിട്ട് 2 കായ ഉണ്ടായി മാങ്ങ. ശേഷം പിന്നെ അത് കായ്ക്കാതായി. പിന്നെ 2 വർഷം കായ്ക്കാതായപ്പോഴേ ഞാൻ ഇത് പറഞ്ഞ മാതിരി മുദ്ര റൗണ്ട് ഒരു മുദ്രവള ഇട്ട് മേലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അപ്പൊ ഒരു മാസം കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളടത്തൊക്കെ പൂവിട്ട്. ആ അപ്പോൾ ഏകദേശം ഒക്കെ പൂവിട്ടില്ലേ? അത് സത്യം തന്നെയാണ്. ഇത് ഏതാ ഇനേതാ? ഇത് നീലൻ. നീലൻ നീലമാങ്ങയാണ് പൂ മേലെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ പറ്റും നോക്കാം. അപ്പോൾ ആ പറഞ്ഞ കാര്യത്തിൽ സത്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൃഷിയും കാര്യങ്ങളും വെജിറ്റബിളും എല്ലാം കൂടി, അതിൻ്റെ കൂടെ മത്സ്യങ്ങളും അതിൻ്റെ കൂടെ നമ്മളെ തൊഴിലും നമുക്ക് ഇൻസ്റ്റാൻറ്റ് പരിപാടിയൊക്കെ ഉള്ളോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശ്രമമില്ലാത്ത പ്രേക്ഷകർ പ്രത്യേകം സ്ഥലങ്ങൾ അറിയാം. അതെ അതെ അതെ. അപ്പോൾ എന്തായാലും സലാമിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇതുപോലെയൊക്കെയുള്ള യുവാക്കൾക്ക് വലിയൊരു മാതൃകയും കൂടിയാണ് സലാം. കാര്യം എന്താ വെച്ചാൽ ഒരു നിമിഷം വിശ്രമിക്കുന്ന സ്വഭാവക്കാരനല്ല, ഫുൾ ടൈം ബിസിയാണ് അല്ലേ? അവിടെ ഓടി അതിൻ്റെ അടുത്ത് നമ്മളെ കാര്യങ്ങൾ കഴിയുമ്പോൾ അവിടുന്ന് കൊടിയിൽ വരണം, അതല്ലെങ്കിൽ വീട്ടിൽ വന്ന് ഇവിടെ പോത്തിന് അയച്ച് കെട്ടണം. അതുപോലെ പിന്നെ കൃഷി, അതിൻ്റെ കൂടെ മീൻ തിന്നാൻ കൊടുക്കൽ, ഇങ്ങനെ ദിവസത്തിൽ കൂടുതൽ സമയം ഇങ്ങനെ ബിസി ആയിക്കൊണ്ടിരിക്കുക. നല്ലതാണ് ഒരു കാരണത്താൽ. കാരണം വെച്ചാൽ നമ്മൾ ആവശ്യമില്ലാതെ ടൈം കിട്ടുമ്പോൾ നമ്മൾ അനാവശ്യ കാര്യങ്ങളെ പറ്റി ചിന്തിക്കലും പിന്നെ നിസ്സാരമായ ദുഃഖങ്ങൾ ഓർത്തിട്ട് അങ്ങനെ വേദനിച്ചിട്ട് ഇല്ലാതാക്കലും. അപ്പോൾ നമുക്ക് ടൈമില്ലാത്ത പ്രശ്നം, നമുക്ക് ചിന്തിക്കാൻ സമയം വേണ്ടേ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ ധാരാളം ഉണ്ടാകുമ്പോൾ ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും അത് വലിയൊരു പാഠം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സലാമിനൊന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മത്സ്യത്തിനെ പരിചയപ്പെടുത്താണ്ട്. അപ്പോൾ ആ കഴിച്ചിലേക്ക് നമ്മൾ പോകുന്ന ഒരാളോടെ വരാണ്ട്, അദ്ദേഹത്തിന് വേണ്ടി പോയി പിടിക്കുന്ന സമയത്ത്, മീനെ പിടിക്കുന്ന സമയത്ത് നമുക്കതുകൊണ്ട് കാണാം. അപ്പോൾ സലാം ഭായി, ഒരു വാളനെ നമുക്ക് പിടിച്ച് കാണിച്ചു കൊടുക്കുക പ്രേക്ഷകർക്ക്. നമ്മളിപ്പോൾ എന്തായാലും വാളനെ പിടിക്കണില്ല, വാളല്ലല്ലോ ഇപ്പോൾ ആവശ്യക്കാരന് വേണ്ടത്, കണ്ണനല്ലേ? അപ്പോൾ എങ്കിലും നമ്മൾ വാളാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതൊക്കെ വെറുതെ ചുമ്മാ പറയാമെന്ന് കരുതണ്ട. ഇതുവരെ ഞാൻ വിറ്റിട്ടില്ല, പുറത്ത് കൊടുത്തിട്ടില്ല. എനിക്ക് സങ്കടമുണ്ട്, എന്താ വെച്ചാൽ വിഷമം വരുന്നുണ്ട്. എന്നാലും പൈസ കൊടുക്കാൻ ഒരു വിഷമമുണ്ട് എന്ന്. കാരണം സാധാരണ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ചുമ്മാ കൊടുക്കലാണ്. പക്ഷേ ഞാൻ സലാമിൻ്റെ ഇപ്പോഴത്തെ തീരുമാനത്തിനോട് കൂടെയാണുള്ളത് കേട്ടോ. കാര്യം വെച്ചാൽ നമ്മളിത്ര കഷ്ടപ്പെട്ട് വളർത്തിയ സംഭവം ആർക്കാലും വെറുതെ കൊടുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരു രുചി കുറയും തരും വെറുതെ കിട്ടുമ്പോൾ. പൈസ കൊടുത്ത് പിടിച്ചുമ്പോൾ എന്തായാലും പണം ചിലവായല്ലോ. അല്ലെങ്കിൽ വെറുതെ കിട്ടുമ്പോൾ അതിന് രുചി കുറവുണ്ടാവും. അതങ്ങനെ ആയില്ല, അങ്ങനെ ആയില്ല, ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവും. പിന്നെ മാത്രമല്ല ഇത് നമുക്ക് ക്ഷീണം ചെയ്യും പിന്നീട്. ഇപ്പോഴൊക്കെ സാധിക്കുമായിരിക്കും, ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മളറിയാതെ നമുക്കതിന് വേണ്ട സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ ഒരു വാളനെ പിടിച്ച് വെക്കാം നമ്മൾ. അപ്പോൾ പ്രേക്ഷകർ റെഡി ആയിക്കോളി. അപ്പം നമ്മൾ വാളനെ കാണാൻ പോകണം. സലാം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം മഴ പോലെ ഓവറായത്. പക്ഷെ ഇതില്ല ഞാൻ പറ്റും ചെയ്യില്ല ഇവർക്കല്ലേ. എന്താ കണ്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഷാറുണ്ട്. എന്താ കണ്ടോ, ഇനി പ്രേക്ഷകർ കണ്ടില്ല എന്ന് പറയുന്നത്. എത്തി. കൊച്ചിൻ്റെ പേരെന്താ പറഞ്ഞ പേര് പറഞ്ഞാ? സെൻവ. സെൻവ എത്രാം ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിലാ? ഇവിടെ ഒരാൾ എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? 1ല്. മീനെ പിടിക്കാൻ പോയി അപ്പൻ്റെ അപ്പ നോക്കി കാണുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളിനി അടുത്ത കണ്ണനെ പിടിക്കാൻ പോകണല്ലേ. കണ്ണനെ നമ്മൾ പൊക്കും ഇപ്പോൾ. വൈകാതെ സലാമിന്റെ കൈ കിട്ടണ കണ്ണൻ നമ്മൾ എടുക്കൂലേ? ഏതായാലും വേണ്ടിയില്ല. അതായത് എന്റെ മക്കൾക്ക് വലിയൊരു ആഗ്രഹമാണ്, അവരെപ്പോഴെങ്കിലും വിരുന്ന് വരുള്ളൂ. അതെ 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 അതെ. കണ്ണനെ തിന്നണം എന്നൊരു ആഗ്രഹം അല്ലേ? അല്ല, അവരിങ്ങനെ പറയും. അതെ അതെ. അപ്പൊ പിന്നെ ഏറും മൂറാണ്ട് വെക്കാന്ന് അറിയില്ലേ. തീർച്ചയായും സലാമിനെ കണ്ടും ചെയ്ത് നേറിയില് ടോപ്പ് കണ്ണൻ തന്നെ കേട്ടോ. വിചാരിച്ച മാതിരി നടക്കൂല.
കാര്യപ്പെട്ടവരൊക്കെ അവിടെ പടക്കുന്നുണ്ട്. ഹലോ അവിടെ എത്തിയിട്ട് ഒരു കുഴപ്പമില്ല. അതെ വരെ ഏയ് ഒരു കുഴപ്പമില്ല. കണ്ണൻ കണ്ണ ഒരു വേറെ ഉണ്ടാവില്ലേ? അല്ല ഒരു കാര്യപ്പെട്ട ആൾക്കാരുണ്ടല്ലോ. വേറെ ആൾക്ക് വെച്ചാണ്. എന്തായാലും നമുക്ക് കാണാം, പ്രേക്ഷകരൊന്ന് കാണട്ടെ. എന്താ മുതലാണ്. ഇത് മുതലാണ്. ഇത് വാളല്ലല്ലോ. കണ്ണന് ആ അങ്ങനെ പറയും. വാളല്ല കണ്ണന്. ആ അതിന്റെ വായ കുടിക്കണോ മരമ? കരിക്കൊക്കെ ഇല്ല അല്ലേ? പല്ലുമു ആ പല്ലും കുടി. ഓ കിട്ടി. ഓ 3 കിലോ ഉണ്ടാവും അല്ലേ? ഇടാതിന് ഇറക്കം എടുത്താൽ മതി. മജുവൊക്കെ കൊണ്ടുപോകാനാണിത് അല്ലേ? ആ ന്യൂസിൽ വരുമല്ലോ. ആ വെറും മജു എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് മജു മജു. മജു മജു ആർട്ടിസ്റ്റ്. ബിലാലേ എന്താ പേരെന്താ? ബിലാലല്ലേ? പേര് പറഞ്ഞ ബിലാൽ. 1.5 പേരാണല്ലേ ബിലാൽ. എത്രാം ക്ലാസ്? 1ാം ക്ലാസ്സിലാണ് പഠിക്കണമെന്ന് പറഞ്ഞല്ലേ? മദർസിൽ 1ാം ക്ലാസ്. LKG UKG കഴിഞ്ഞാ? പ്രിയമുള്ളവരെ, ഇതോടുകൂടെ ഈ വീഡിയോ കാഴ്ച ഞാൻ നിർത്തുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായവർ ഒരു ലൈക്കൊക്കെ സമ്മാനം നൽകി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത്. മനോഹരമായ ഈ ചെടികളുടെ പരിപാലനം സലാം ഭായിയുടെ ഭാര്യയുടെ വകയാണ്. അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.